ഇത് കണ്ടോ, എൻ്റെ വീട്ടിന് പുറത്ത് റോഡിൽ നടക്കുന്ന കാര്യങ്ങൾ തത്സമയം ഞാൻ ഇവിടെ ഇരുന്ന് കാണുകയാണ്. ഇത് ഞാൻ സാധ്യമാക്കിയിരിക്കുന്നത് CCTVയുടെ സഹായത്തോടെയല്ല, മറിച്ച് മറ്റൊരു മൊബൈൽ ഫോണിൻ്റെ സഹായത്തോടെയാണ്. ഞാനിവിടെ പറഞ്ഞു തരുന്നത് CCTVക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനല്ല. അതുകൊണ്ട് തന്നെ ഇതിലും നല്ലത് CCTV വാങ്ങിയാൽ പോരെ എന്നുള്ള കമൻറ്റുകൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ഒരത്യാവശ്യ സാഹചര്യത്തിൽ CCTVക്ക് പകരമായിട്ട് CCTV പോലെ തന്നെ 2 മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ വളരെ ദൂരത്താണുള്ളത്, അപ്പം നമുക്ക് വീട്ടിലെയോ അല്ലെങ്കിൽ ഓഫീസിലെയോ അല്ലെങ്കിൽ നമ്മുടെ കടകളിലെയോ ഒക്കെ ദൃശ്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ ഒരു മൊബൈൽ ഫോൺ പകർത്തുന്ന എല്ലാ ദൃശ്യങ്ങളും മറ്റൊരു മൊബൈൽ ഫോണിലൂടെ നമുക്ക് ലോകത്തെവിടെ ഇരുന്നിട്ടും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും. സ്ക്രോൾ ചെയ്ത് നിങ്ങൾ താഴേക്ക് പോയാൽ ഡൗൺലോഡ് ദി ആപ്പ് എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിനായി ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ 2 ഫോണുകളിലും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഒരു ഫോണ് ക്യാമറയായും മറ്റൊരു ഫോണ് മോണിറ്ററായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഫോണ് മോണിറ്റർ ആക്കുക. നമ്മൾ ഉപയോഗിക്കാതെ വെച്ചതോ അല്ലെങ്കിൽ ക്യാമറയാക്കാൻ സാധിക്കുന്നതോ ആയിട്ടുള്ള മറ്റു ഫോൺ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ ക്യാമറ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഫോണ് ക്യാമറയും ഇത് മോണിറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാമറയാക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിലാണ് ആദ്യം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ക്യാമറയാക്കാൻ ഉദ്ദേശിക്കുന്ന ഫോണിലെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് താഴെ സ്കിപ്പ് ഇൻട്രോ എന്ന് കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. നിങ്ങളുടെ Gmail IDയോ ഫേസ്ബുക്കോ ഉപയോഗിച്ചിട്ട് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറയാണോ മോണിറ്ററാണോ ഈ ഫോൺ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ക്യാമറയാണ് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് പോയാൽ മതി. ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെയും കണ്ടിന്യൂവും കൊടുക്കാം. അതുപോലെ തന്നെ ഒരുപാട് പെർമിഷനുകൾ ചോദിക്കും. കാരണം ഇത് പ്രവർത്തിക്കണമെങ്കിൽ ഒരുപാട് പെർമിഷൻ ആവശ്യമുണ്ട്. അതൊക്കെ കൊടുക്കുന്നതിനിടയിൽ ഡിസ്പ്ലേ ഓവർ അതർ ആപ്സ് എന്ന് പറയുന്ന ഓപ്ഷനകത്തേക്കാണ് പോവുക. ഇതിനകത്ത് നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ കണ്ടെത്തിയിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. വീണ്ടും പിറകിലേക്ക് വരുമ്പോൾ ലൊക്കേഷൻ പെർമിഷൻ കൂടി കൊടുക്കേണ്ടതുണ്ട്. അതുകൂടി നമ്മൾ കൊടുക്കുന്നതോടെ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവുകയും അല്പസമയം നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് ഓൺ ആയിരിക്കണം. ഇത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവുകയും ഇതുപോലൊരു പേജ് ലഭിക്കുകയും ചെയ്യും. ഇങ്ങനെ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമത്തെ ഫോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഈ രണ്ടാമത്തെ ഫോണിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഏത് Gmail ID അല്ലെങ്കിൽ ഏത് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് ആദ്യത്തെ ഫോണിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് അതേ അക്കൗണ്ടോ അല്ലെങ്കിൽ അതേ Gmail ഉപയോഗിച്ച് തന്നെ രണ്ടാമത്തെ ഫോണിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഫോണിൽ നമ്മൾ ക്യാമറയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഈ ഓപ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ മോണിറ്ററാണ് രണ്ടാമത്തെ ഫോണിൽ സെലക്ട് ചെയ്യേണ്ടത്. മോണിറ്റർ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അതുപോലെ ചോദിക്കുന്ന പെർമിഷനുകളെല്ലാം കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. അല്പസമയം കൊണ്ട് തന്നെ നമ്മുടെ ഫോണ് മറ്റേ ഫോണുമായിട്ട് കണക്റ്റ് ആവും. കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആദ്യത്തെ ഫോണിൻ്റെ ക്യാമറയിൽ എന്താണ് കാണിക്കുന്നത് അതിൻ്റെ പ്രിവ്യൂ നമുക്ക് രണ്ടാമത്തെ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി താഴെയുള്ള ആ ക്യാമറ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കുന്ന എല്ലാ പെർമിഷനുകളും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ ഫോണിലെ ക്യാമറയിൽ പകർത്തുന്ന എല്ലാ കാര്യങ്ങളും രണ്ടാമത്തെ ഫോണിൽ ഇതുപോലെ തത്സമയം കാണാം. ഒന്നുകൂടി കാണിച്ചു തരാം. ഇവിടെ തന്നെ ഉണ്ട് ക്യാമറയുടെ ഐക്കൺ. അതിലേക്കാണ് നിങ്ങൾ ലൈവ് കാണാൻ ക്ലിക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ലൈവ് കാണില്ല. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഫോണിൻ്റെ ക്യാമറയിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് തത്സമയം കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വീട്ടിൻ്റെ പുറത്തൊന്ന് കാണിച്ചു തരാം. ഇത് ആ ക്യാമറയിൽ ആ ക്യാമറ പകർത്തുന്ന ദൃശ്യമാണ് നിങ്ങൾ തത്സമയം സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ നമുക്ക് ലൈവ് ദൃശ്യം കാണാം. അത് റെക്കോർഡ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. പല ഓപ്ഷനും ഇതിനകത്തുണ്ട്. ഒരു തവണ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് പരസ്പരം കണക്ട് ചെയ്യുകയേ വേണ്ടൂ. പിന്നെ ഈ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്ററായ ഫോണിലൂടെ മറ്റേ ക്യാമറ പകർത്തുന്ന എല്ലാ ദൃശ്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ക്യാമറയായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഫോൺ എവിടെ ഫിക്സ് ചെയ്യും, എങ്ങനെ ഫിക്സ് ചെയ്യും, ചാർജർ കണക്ട് ചെയ്യണോ, അത് സുരക്ഷിതമാക്കണോ, അതൊക്കെ നിങ്ങളുടെ തീരുമാനങ്ങളാണ്. അല്ലാതെ റോഡിന് പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എടുത്തു കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ സുരക്ഷിതമായിട്ടും നിങ്ങൾ ചാർജ് ഒക്കെ കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടും. കാരണം ഇത് ഒരുപാട് ചാർജ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ സ്വിച്ച് ഓഫ് ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സമയത്തേക്ക് വേണമെങ്കിൽ ചാർജറൊക്കെ കണക്ട് ചെയ്ത് ചെയ്യാം. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.